അധികം വലിച്ചു നീട്ടാതെ കാര്യം പറഞ്ഞു പോവാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി പ്രധാനമായി വേണ്ടത് വെണ്ടയ്ക്ക. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ആവശ്യമുള്ള വെണ്ടയ്ക്കെല്ലാം ഓരോ ചെറിയ പോന്ത് വെച്ചു കൊടുക്കുക. ഇനി അതിലേക്കെല്ലാം നമ്മുടെ മസാല ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഒരു മെഴുക്കോട്ടി ഉണ്ടാക്കുന്നതിന്റെ എളുപ്പമല്ലേ. ഇനി ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ മാത്രം പാൻ ചൂടായി എണ്ണ ഒഴിക്കുക. ഇനി നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം പറക്കി വയ്ക്കാം. കുറച്ച് സ്ഫോടനാത്മകമാണ്, എന്നാലും ഭയപ്പെടാതെ മുന്നോട്ട് പോവാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത സംഭവം വേറെ ലെവലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്.